ഹലോ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ചത്തേനെ മയില് റോട്ടിൽ ഭയങ്കര ഈ പറഞ്ഞതുപോലെ ഒരു ഒരു നല്ലൊരു ഒരു പെണ്ണേ, ആ രീതിയിലുള്ളൊരു പെണ്ണ്. അവൾ അങ്ങനെ തന്നെ വിളിക്കണം, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വിളിക്കുന്നില്ല എന്നുള്ളൂ. ഒന്നാമത്തെ ഈ ഹൈദരാബാദ് ഇവിടെ റോട്ടിലൊന്നും ഈ പറഞ്ഞ പോലെ ഒരു ക്രോസ് ചെയ്യാൻ പറ്റില്ല. വണ്ടി നിർത്തില്ലായിരുന്നു നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ. നമ്മളത്രയും ഇതിൽ കയറി നിൽക്കണം. ഒരു ദിവസം ഭ്രാന്തായിട്ട് ഞാൻ കയറി ഫ്രണ്ടിലൊന്നും മയിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം എല്ലാവരും വണ്ടി നിർത്തി. അപ്പം അതുപോലെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പാർക്കിംഗ് ഏരിയ ഒന്നും ഇല്ല റോഡ് സൈഡിൽ. റോഡിൻ്റെ സെൻറ്ററിൽ കൊണ്ട് വണ്ടി നിർത്തി. അപ്പം നമുക്ക് കിടക്കാനായിട്ട് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കണം, നമുക്ക് കിടക്കാനായിട്ട് സ്പേസ് ഇല്ല. അപ്പം നമ്മളെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മൾ ബാക്കിൽ നിന്ന് വണ്ടി വരുമ്പോൾ നോക്കിയിട്ട് വേണം ഈ സൈഡിലൂടെ കിടക്കണമെങ്കിൽ. അപ്പം അങ്ങനെ കിടക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഈ സൈഡിലൂടെ വേറെ ബൈക്ക് കയറി വന്നത്. മയിൽ നെഞ്ചത്ത് കയറി എൻ്റെ പണ്ടാണ്. അപ്പോൾ ആൾ ഒരു സ്വാമിയായിരുന്നു, മലക്കുളിക്കുന്ന മനുഷ്യനാണ്, ഇവിടുത്തെക്കാരൻ തന്നെയാണ്. അപ്പോൾ ആൾ കൊണ്ടു ഞാൻ പറഞ്ഞു, നമുക്കറിയുന്ന ഒരു ലാംഗ്വേജിൽ ഞാൻ പറഞ്ഞു ഇവിടെ ആ വണ്ടിയുള്ള കാര്യം എനിക്ക് കണ്ടില്ല. അപ്പോൾ ആൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ സംസാരിച്ച് അങ്ങനെ പോയി. അങ്ങനെ നടന്നു വരുമ്പോഴാണ് ഇവിടെ അടുത്തൊരു ബീവറേജിൻ്റെ തൊട്ട് തന്നെ ഒന്നാമത്തെ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരെ ട്രാഫിക് അവിടെ. അതിൻ്റെ ഇടയിൽ ഒരു ഫാമിലി, ഒരു ബൈക്കിലൊരു ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് ഈ കാറുകാർക്ക് കുറച്ചൊരു അഹങ്കാരം ഉണ്ടാവുമല്ലോ. അവർക്ക് 4 വീലുണ്ട്, പിന്നെ കുറച്ച് പൈസ ഉണ്ട്, അങ്ങനത്തെ ഒരു അഹങ്കാരം ഉണ്ടാവുമല്ലോ. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഒരു ഫാമിലി ആയിട്ട് പോകുന്നൊരു ബൈക്കിൻ്റെ പിന്നിൽ ഹോണടിച്ച് കയറ്റി അവസാനം വണ്ടി തട്ടിയോ ഇല്ല എന്തൊരു സംഭവിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഫാമിലിയിൽ ആ ബൈക്കിൽ നിന്ന് ഇറങ്ങിയ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം ഫാമിലി ആയിട്ട് പോകണവരല്ല, അത്രയും ഒരു കെയർ ആയിട്ട് പോകണവരുണ്ട്. കാറ് പോലെയുള്ള ബൈക്കല്ല, അത് സ്കൂട്ടറാണ്. അങ്ങനെ പോണ സമയത്ത് ഈ അലമ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും അലമ്പായി. ആദ്യം ഈ പറഞ്ഞതുപോലെ ഇയാൾ ബൈക്കാരൻ നോർമലി ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഫാമിലി ഉണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, ചെറിയ 2 കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. അപ്പം അങ്ങനെ പോയി ആ കാലം പോയി. ഇയാളാണ് കാറിൽ നിന്ന് ഇറങ്ങണില്ല. ഞാൻ ആദ്യം മറിച്ച് ലേഡിയാന്ന് ചോദിച്ചു കാർ ഓടിച്ചുകൊണ്ടിരുന്നത്. ലേഡിയിൽ ഒരു ഡാവ് അങ്ങേര് ആകെ ഭയങ്കര ക്രേസായിട്ട് ആകെ ഇടിക്കാന്നൊക്കെയുള്ള പരിപാടിയില്ല പുള്ളി. ആളിറങ്ങണില്ല. 2-3 ആൾക്കാർ വന്നപ്പോൾ ആൾ നൈസായിട്ട് ഇറങ്ങി. ഇനി പ്രശ്നം ഉണ്ടാവില്ലല്ലോ. നൈസായിട്ട് ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് പ്രശ്നമായി. അവസാനം ഹെൽമെറ്റ് എടുത്ത് അടിക്കാനായിട്ട് പോയി. ആൾക്കാരെ കൂടി ഒന്ന് പിടിച്ചു. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ഥലം തന്നെ എപ്പോഴും നമുക്ക് ബെറ്റർ. ട്രാഫിക്കിൻ്റെ ആണെങ്കിലും റോഡിൻ്റെ ആണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ സ്ഥലമാണ് നല്ലത്. നമ്മൾ ഇവിടുന്ന് മാറി നിന്നിട്ട് ഒരു മാനുഷിക പരിഗണന ആർക്കൊരു അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇപ്പോൾ ഒരു ഏജ്ഡ് ആയ ഒരാളാണ് ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നത് തന്നെ അവർ വണ്ടി നിർത്തില്ല. അവർ വണ്ടി ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയറി നിൽക്കാൻ ഫ്രണ്ടിൽ, വേറെ പരിപാടിയൊന്നും ഇല്ല. ചിലപ്പോൾ വണ്ടി ഇടിക്കും, ചിലപ്പോൾ വണ്ടി ഇടിക്കില്ല, അങ്ങനത്തെ മൈൻഡ്. ഞാൻ അന്നാളെ അങ്ങനെ ഉണ്ടായിരുന്നു. നമുക്ക് സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവസാനം മനുഷ്യ പ്രാന്തായി. പിന്നെ നമ്മുടെ സ്ഥലങ്ങൾ അറിയാലോ. ഞാൻ വിചാരിച്ചു നമ്മുടെ പടിഞ്ഞാറക്കോട്ട ആ ഭാഗത്തൊക്കെ 4 കൂടി സെൻറ്റർ കിടക്കണം എന്നുണ്ടെങ്കിൽ അറിയാത്ത ഒരാൾ കിടന്നെങ്കിൽ ശരിക്കും മൂഞ്ചും. 4 സൈഡിൽ നിന്ന് വണ്ടി വരുന്നത്. ഇവിടെ എന്നാലും ആൾക്കാർ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും വണ്ടി അത്യാവശ്യം സ്ലോ ചെയ്യും. ഇവിടെ ഭയങ്കര സ്ലോ ചെയ്യില്ല വണ്ടി. സൈക്കിൾ വരുമ്പോൾ നമ്മൾ പേടിക്കണം, സൈക്കിൾ ഇടിച്ച് ചത്തു പോകുന്നുള്ളത്. അങ്ങനത്തെ ഒക്കെ അവസ്ഥകളാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അത് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. ഇന്നലെ ഞാനൊരു ലൈവിൽ വന്നപ്പോഴേ ഇത് ഞാൻ പറഞ്ഞതിൽ സീനാവും. കാരണം ഒരു ലേഡി, ഫിലിപ്പീൻസുകാരി ഞാൻ തോന്നുന്നുള്ളൂ, എന്താ അവളുടെ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യണില്ല അതിനകത്ത്. ഒരു മഹേന്ദ്ര അങ്ങനെ എന്തൊരു ലേഡി. മഹേന്ദ്രയുടെ കൂടെ വേറെ ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയണമെന്നില്ല, ഇനി സീൻ ഉണ്ടാവണ്ട. അപ്പം എന്നാലും ഞാൻ മെൻഷൻ ചെയ്തെന്നുള്ളൂ. ആ ലേഡി ഭയങ്കര മെസ്സേജിൽ വേർ ആർ യു ഫ്രം, ക്യാൻ യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, ചേച്ചി വള്ളി പിടിക്കാൻ താല്പര്യമില്ല, വിട്ടേക്ക്. കാരണം നമ്മളിനി മെസ്സേജ് അയച്ച അവസാനം വളരെ അവസാനം നമ്മുടെ അക്കൗണ്ട് ബ്ലോക്കാക്കി. ഈ പറഞ്ഞതുപോലെ ഭയങ്കര വള്ളി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പെൺപിള്ളേരുടെ അടുത്തൊക്കെ മിണ്ടാൻ തന്നെ പേടിയാണ്. മിണ്ടിയാൽ തന്നെ ഒരു ആവശ്യത്തോടത്ത് പോയി പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനത്തെ കാലഘട്ടം. അപ്പോൾ നമ്മൾ ആവശ്യത്തെ പരിപാടിക്ക് നിൽക്കണില്ല. ലൈവിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് സ്ഥലങ്ങളാണെങ്കിലും. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരോട് പറഞ്ഞു, വേണ്ട ആവശ്യത്തെ പരിപാടിക്ക് നിൽക്കണ്ട, ഞാൻ അങ്ങനത്തെ നിങ്ങൾ മെസ്സേജ് ഒന്നും അയക്കണ്ട. ആദ്യമായിട്ട് ലൈവിൽ 2-3 പേര് വന്നതാണ്. അപ്പം അതിൻ്റെ സന്തോഷം നോക്കിയപ്പോൾ ഇങ്ങനെ മെസ്സേജിൽ അപ്പോൾ അതാണ് കാര്യം. ഇങ്ങനെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും വലിയ പള്ളി വരാണെങ്കിലാ ഇപ്പോൾ ഫിലിപ്പീൻസുകാരി ആണെന്നൊന്നും അറിയില്ലല്ലോ. ആ പുള്ളി അങ്ങനത്തെ ഒരു ലേഡീൻ്റെ ഫോട്ടോ കിടക്കും. അത് അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്യാനായിട്ട് പോയില്ല. അപ്പോൾ ഇന്ന് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൽ ലൈവ് ഉണ്ട്. ഇനി പുള്ളിക്കാർ വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ, വരാണ്ടിരിക്കട്ടെ. അങ്ങനത്തെ ഉള്ള വള്ളികളൊന്നും വരില്ല ദൈവമേ. അപ്പോൾ ശരി, നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഡേ ബൈ ഡേ എൻ്റെ ലൈഫിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി നിങ്ങളോട് ഞാൻ പറയും. വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ശരി, ടുമോറോ.
നാളെ കാണാം.